അനിൽ ആന്റണിക്ക് വേണ്ടി പോകുമോ ആന്റോ ആന്റണിക്ക് വേണ്ടി പോകുമോ ഒന്ന് പറഞ്ഞാട്ടെ. രാവിലെ കുറ്റിയും പറിച്ച് ഇനി എ കെ ആന്റണി ആർക്ക് വേണ്ടി പ്രചരണം നടത്തും? എന്താണ് അതിന്റെ ഉദ്ദേശം? പെട്രോൾ ടാങ്കിനടുത്ത് തീപ്പെട്ടുമായിട്ട് വരുന്നോടാ റാസ്കൽ. മര്യാദയ്ക്ക് സംസാരിക്കണം. പണ്ടെല്ലാം അങ്ങനെ റഹീം പറഞ്ഞു പോയിട്ട് കേട്ടോണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കണ്ടാൽ അറിയാത്തവൻ കൊണ്ടാൽ അറിയും. ഈ പേരുകൾ വെച്ചിട്ട് ആളുകളുടെ പേരും മറ്റേതും ഇങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല. എന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. അല്ലല്ല, അത് അതിനെന്താ സംശയം? റഹീമിന് എന്താ സംശയം? ഒന്ന് പറഞ്ഞേ. ഞാൻ റഹീം എന്ന പേരുകൊണ്ട് വേറെന്തെങ്കിലും ഞാൻ പറഞ്ഞോണ്ട് ഇല്ലല്ലോ. കാര്യം പറഞ്ഞേക്കാം, ഭ്രാന്തുള്ള ആളാ, സൂക്ഷിക്കണം. പിന്നെ ഇത് ബി ജെ പി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഇത്തരത്തിലുള്ള കള്ളക്കളി കാണിക്കുന്ന CPM ആണ്. ശബരിനാഥന്റെ പേരായതുകൊണ്ട് ഞാൻ അനിൽ ആന്റണിക്കോ ആന്റോ ആന്റണിക്കോ ചോദിക്കുന്നുണ്ടല്ലോ. എനിക്ക് ധാർമ്മികത എനിക്കുള്ളത്. താനൊരു MP അല്ലേ? ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. താനൊരു MP അല്ലേ? ഒരു കാര്യം എന്തും പറഞ്ഞുകൊണ്ടിരിക്കാന്നാണ് വിചാരിക്കുന്നത്. ഒരുമാതിരി അരിവർത്ത വർത്താനം എന്നോട് പറയുന്നത്. ഇത്തരത്തിലുള്ള ആളുകൾ ഇത്തരത്തിലുള്ള ഒരു MP ആണെന്നുള്ള ബോധം വേണം. ജനങ്ങൾ ജയിപ്പിച്ചില്ലെങ്കിൽ രാജ്യസഭയുടെ ഒരു MP ആണ്. അത്രയ്ക്ക് മോശം അഭിപ്രായമാണ് പറ്റി. അത്രയ്ക്ക് മോശമല്ല, എന്നാലും വളരെ മോശം ചോദിക്കേണ്ട ആവശ്യം എന്താ? അല്ല, അത് ശരിയൊന്നുമല്ല. അത് ക്ലാരിഫൈ ചെയ്താൽ മതി. നീ അറിഞ്ഞ ഞാനാരെന്താണെന്നുള്ള എനിക്ക് നല്ല ബോധ്യമുണ്ട്, നാട്ടുകാർക്കും ബോധ്യമുണ്ട്. അല്ല, അത് പറയട്ടെ. ഒന്ന് ക്വാളിഫൈ ചെയ്യ് റഹീം, ഒന്ന് ക്വാളിഫൈ ചെയ്യ്. പറ, മറുപടി കടുവയെ പിടിച്ച് കിടുവാന്ന് കേട്ടിട്ടേ. അടിക്കണ്ട. അനിൽ ആന്റണിക്ക് പോണോ ആന്റോ ആന്റണിക്ക് പോണോ എന്ന് ചോദിച്ചതിന്റെ കാരണം എന്താണെന്ന് പറയാം. അതെനിക്ക് അറിഞ്ഞേ പറ്റും. ഓഹോ, അങ്ങനെയാണല്ലേ? എന്നാൽ ഒന്നറിഞ്ഞോ, അത്ര ലളിതമല്ല. എന്റെ ചോദ്യം, എ കെ ആന്റണിയുടെ മകൻ മത്സരിക്കുന്നിടത്ത് അതേ ശബരിനാഥൻ പ്രചരണത്തിന് പോകുമോ എന്നുള്ളതാണ്. യുക്തിസഹമായ ചോദ്യമല്ലേ? വിഡിതരെ പറയുള്ളൂ, തെണ്ടി. യുക്തിസഹമായ ചോദ്യമല്ലേ? ഈ കൊട്ടാരത്തിലെ വലിയ മണ്ട ശിരോമണി, സംസ്കാരത്തിൽ പാര പാണ്ഡി, പാണ്ഡിത്യത്തിൽ സംസ്കാര ശൂന്യൻ. മകൻ BJP കാരനാണ്. കോൺഗ്രസ്സുകാരനാണെങ്കിൽ പോയത് BJP കാരനാണ്. വ്യത്യാസമില്ലല്ലോ. നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. പോട്ടെ സാറേ, കേട്ടാ വീട്ടുകളാ ബോട്ടിയില്ലാത്ത അവൻ എന്തെങ്കിലും പറഞ്ഞു. റഹീമെ, ഫസ്റ്റ് ഓഫ് ഓൾ, റഹീം ഇന്ന് കവലപ്രസംഗം നടത്തുന്ന ഒരാളല്ല. ആ ഭാഗ്യവശാൽ നിർഭാഗ്യവശാൽ താങ്കൾ അപ്പർ ഹൗസിലെ ഒരു MP ആണെന്ന് മനസ്സിലാക്കണം. എന്റെ ഈശ്വര, എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ഒരു പുലിവാൽ പിടിച്ചിട്ടില്ല. അങ്ങനെ MP ആയിട്ടുള്ള ഒരാൾ, എന്റെ പേര് ശബരിനാഥൻ ആയതുകൊണ്ടും ഞാൻ ഇവിടുത്തെ ഒരു പൊതുപ്രവർത്തകനായതുകൊണ്ടും ഞാൻ അനിൽ ആന്റണിക്കാണോ ആന്റോ ആന്റണിക്കാണോ ചോദിക്കുന്നത്, ആ ചോദ്യം, ആ ധ്വനി, ആ ചോദ്യം ശരിയല്ല. എന്റെ ഭാഗത്തും തെറ്റുണ്ട്. തലയ്ക്ക് സുഖമില്ലാണ്ടായ എന്താ ചെയ്യാ? ഇപ്പോൾ ആത്മാഭിമാനമുള്ള കോൺഗ്രസ്സുകാരനായി ജനിച്ചു വീണതാണ്. ആത്മാഭിമാനമുള്ള കോൺഗ്രസ്സുകാരന്റെ മരിച്ചു വീഴത്തുള്ളത് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഈ കാലത്ത് ഇങ്ങനത്തെ ആമ്പിള്ളാരുണ്ടല്ലോ. അധികാരമില്ല, ഞങ്ങൾ 3-4 പേരെ. ചാനൽ ചർച്ചയെന്ന് നിങ്ങളോടും തന്നോടും എന്ന് പറയേണ്ട ആവശ്യം എനിക്കില്ല. അത് പണ്ടേ ചെയ്യേണ്ടതായിരുന്നു. എങ്കിൽ എന്നെ ഈ നാട് നന്നായി പോയനെ. പക്ഷെ ഇത്തരത്തിൽ ആളുകളുടെ മനസ്സിൽ വർഗീയതയുടെ വിഷം കുത്തിവെക്കുന്നതിൽ BJPക്ക് വളർത്തുന്നതിൽ നിങ്ങൾക്ക് വലിയ പങ്കുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം. രാവിലെ കിട്ടിയില്ലേ? കുട്ടികളൊക്കെ ചിലപ്പോൾ കോളേജിൽ വരുമ്പോൾ സംഘർഷങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞാനും ഹാഷ്മിയൊക്കെ കോളേജിൽ പഠിച്ചവരാണ്. നമ്മളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളും ഇടിയും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ കാലഘട്ടത്തിൽ KSU SFI സംഘർഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും ഒരു പൊളിറ്റിക്കൽ പാറ്റേണേജ് ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് മാത്രമല്ല, എനിക്ക് നാണക്കേടാ. നോക്കുക, പലപ്പോഴും അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആ കോളേജിൽ തന്നെ തീരുകയും അല്ലെങ്കിൽ സസ്പെൻഷനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളായിട്ട് തീർന്നു പോകുന്ന രീതി ഉണ്ടാകും. മനസ്സിലായോ? ഇല്ല. അതാണ് ജനറേഷൻ ഗ്യാപ്പ്. പക്ഷെ ഇപ്പൊ കഴിഞ്ഞ 8 വർഷമായിട്ട് നടന്നിരിക്കുന്ന സംഭവം ഇത്തരത്തിലുള്ള അക്രമങ്ങൾക്ക് മുഴുവൻ ഒരു പൊളിറ്റിക്കൽ പാറ്റേൺ കൊടുക്കുക. സത്യം പറഞ്ഞ അതൊരു കാരണമാണ്. ഞാൻ എപ്പോഴേ പറഞ്ഞില്ലേ, ഈ പുലിവാലൊന്നും വലിച്ച് തലേ വെക്കേണ്ട. മുഖ്യമന്ത്രി പോലും നിയമസഭയിൽ നിന്നുകൊണ്ട് ഇവരെ ന്യായീകരിക്കുന്ന രീതിയിൽ, അക്രമത്തെ ന്യായീകരിക്കുന്ന രീതിയിൽ പ്രസ്താവനകൾ നടത്തുമ്പോൾ ഇതെല്ലാം തങ്ങളുടെ അവകാശമാണെന്ന് ധരിച്ചു വെച്ച ഒരു വാനര കൂട്ടമായിട്ട് ഇന്ന് കോളേജുകളിൽ ഈ SFI പ്രവർത്തകർ മാറിയിരിക്കുക. ഞാനെന്ത് പറയാനാ, കരികാല വൈഭവം. പല കോളേജുകൾക്കകത്തും കയറാൻ പോലും കഴിയാത്ത രീതി, അല്ലെങ്കിൽ ഇത് ഞങ്ങളുടെ താവളമാണ്, ഞങ്ങളുടെ കോട്ടയാണ്. ഇവനെയൊക്കെ വള്ളിച്ചൂടിൽ അടിക്കാൻ ഇവിടെ ആളില്ലാഞ്ഞിട്ടാ. ഞങ്ങളെ മുഖ്യമന്ത്രിയായിട്ട് അടുപ്പമുള്ളവരാ. തന്റെ ലൈസൻസ് വേണമെങ്കിൽ ഞാൻ ക്യാൻസൽ ചെയ്യിക്കും. മഹാരാജ് കോളേജിലേക്ക് എന്നാൽ മഹാരാജ് കോളേജിന്റെ ഏറ്റവും വലിയ കവാടത്തിൽ SFIയുടെ കോട്ട എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ആരെ കാണിക്കാനാണ് ഈ കോപ്രായം കാണിക്കുന്നത്? അവിടെ ആ ഇതിനകത്തുള്ള മുഴുവൻ എക്കോസിസ്റ്റവും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക്, പിന്തുണയ്ക്കുന്ന രീതിയിലേക്ക് പോകും. ഈ അക്രമങ്ങൾ വരുമ്പോഴെല്ലാം
ഒരു പാർട്ടിയുടെ ലേബലിൽ നിന്നുകൊണ്ട് അതിനെ ന്യായീകരിക്കുന്ന, അവരെയൊക്കെ എല്ലാം പിന്തുണ കൊടുക്കുന്ന രീതിയിലേക്ക് ഇന്നത്തെ ഭരണകൂടം മാറിയതിന്റെ പ്രശ്നം ഉളുപ്പുണ്ട് കാക്കങ്ങൾക്ക് 10 കുട്ടികളെ പഠിപ്പിക്കേണ്ട മനസ്സിലായില്ലേ നിങ്ങൾ? ഈ ഗുണ്ടകളുടെ പാർട്ടിക്ക് ആവശ്യമായിട്ടുള്ള ഗുണ്ടാപ്പണി ചെയ്യാനുള്ള ആൾക്കാരെ മെരുക്കുന്ന ഹാച്ചറികളായിട്ട് കോളേജുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഞങ്ങൾ നമ്മൾ യാതൊരു ബന്ധമില്ല, വെറുതെ കുരിശുണ്ടാക്കരുത്. ഞാൻ വിശ്വസിക്കണം അല്ലേ? നടക്കട്ടെ നിന്റെ ചുറ്റിക്കളി. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ കോളേജിൽ നടക്കുന്ന ഒരു സംഭവത്തിന് എന്തിനാണ് CPM-ന്റെ ജില്ലാ നേതൃത്വം, സംസ്ഥാന നേതൃത്വം ഉൾപ്പെടെ അതിനെ ന്യായീകരിക്കാൻ വരുന്നത്? അപ്പൊ ഈ അക്രമം ഇവരുടെ ഒരു വാസനയായി, അല്ലെങ്കിൽ CPM-ന്റെ പണ്ടത്തെ സായുധ വിപ്ലവത്തിന്റെ ഹാങ് ഓവറിൽ നിന്ന് മാറാത്ത ഒരു പാർട്ടിയായിട്ട് കേരളത്തിലെ CPM മാറിക്കൊണ്ടിരിക്കുകയാണ്. നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. കഴിഞ്ഞ ദിവസം ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ ഈ രക്ഷാപ്രവർത്തനം എന്ന് കേരളം മുഴുവൻ എന്താ പറയാ വിമർശനം ഉന്നയിച്ച ആ വാക്ക് വീണ്ടും ഉപയോഗിക്കും. ഇവൻ നിനക്കൊരു പരാജയമാണ് എന്നും, ലോക പരാജയം. അത് ഉപയോഗിക്കല്ലോ. ഞാൻ ചോദിക്കുന്നത്, മറ്റൊരു വാക്ക് ഉപയോഗിച്ചെങ്കിലും അതിനെ തണുപ്പിക്കാമല്ലോ. നിങ്ങൾ വെറും മണ്ണ, നിങ്ങളുടെ തലയ്ക്കകത്ത് മണ്ണ. അന്നത്തെ നവകേരള സദസ്സിൽ നടന്ന സംഭവങ്ങളെ ന്യായീകരിക്കാൻ വേണ്ടി താൻ ഉപയോഗിച്ച അതേ ശൈലി ഞാൻ പിന്തുടരും. നീ കാര്യമായിട്ട് പറയുവാണോ? തമാശ പറയാൻ ഞാനെന്താ ചാർലി ചാപ്ലിനോ? എനിക്കതിൽ നിന്ന് മാറാൻ കഴിയില്ല, ഞാൻ അതേ പിന്തുടരൂ എന്നുള്ള ജനങ്ങളോട്, ഇത്രയും വലിയൊരു തോൽവിക്ക് ശേഷവും നിൽക്കുന്ന ആ പാർട്ടി ജനങ്ങളോട് പല്ലളിച്ച് കാണിക്കുന്നതിന് തുല്യമാണ്. സ്വബോധമുള്ളവരായിരുന്നെങ്കിൽ പറഞ്ഞു വെക്കാമായിരുന്നു. ഇത് മുഴുവൻ വട്ടന്മാരല്ലേ? ഇതിനപ്പുറം ഈ ജനവിധിയെ എന്താ പറയാ പുച്ഛിക്കാൻ മറ്റൊരു വാക്ക് ആവശ്യമുണ്ട്. ഈ പ്രശ്നം ഞങ്ങൾക്കൊരു പ്രശ്നമേ അല്ല എന്നും പറഞ്ഞ് എന്തിനാണ് അതൊക്കെ വലിഞ്ഞേറിയേക്കാൻ പോയി? അത് ഇത്രയും കൊനഷ്ടമുള്ള ഏർപ്പാടായിരിക്കും ഞാൻ അറിഞ്ഞു. ക്യാമ്പസുകളിലെ SFIയുടെ അക്രമങ്ങൾ തുടരുമ്പോഴും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന നയമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇരുന്ന് പാമ്പിനെ എടുത്ത് പറയാൻ കൊള്ളാത്തടത്ത് വെച്ച് നീയല്ലേ അനുഭവിക്കും. SFIയുടെ സമരചരിത്രവും രക്തസാക്ഷിത്വങ്ങളും അക്കമിട്ട് നിരത്തി നിയമസഭയിൽ മുഖ്യമന്ത്രി അക്രമങ്ങളെ വെള്ളപൂശി. ആയിരക്കണക്കിന് കുട്ടികൾക്ക് സാരോപദേശം നൽകിയ ആളാ. സ്വന്തം മകന് സൽബുദ്ധി പറഞ്ഞു കൊടുക്കാൻ മാത്രം പറ്റും. സർ, ഇടിമുറിയിലൂടെ വളർന്നു വന്ന പ്രസ്ഥാനമല്ല SFI. ആ നിറഞ്ഞു നിൽക്കുന്ന പ്രസ്ഥാനത്തെ വല്ലാതെ താറടിച്ച് കാണിക്കേണ്ടത് നിങ്ങളെ ആവശ്യമായിരിക്കാം. അയ്യേ, എന്താ അമ്മായി ഇത്? ഇവിടെ ഇങ്ങനെയാ. അമ്മാവാ, സത്യത്തിന്റെ മുഖം സ്വർണ്ണപാത്രം കൊണ്ട് ഒരിക്കലും മൂടി വെക്കാൻ കഴിയും. 4-3 മേടാളെയും കൊണ്ട് SFI അങ്ങ് മൂക്കിൽ വലിച്ചു കയറ്റുന്നതിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ചങ്ങാതിയോടെ കുട്ടി നീ നന്നാവില്ല. കണ്ടോ, കണ്ടില്ലെങ്കിൽ കണ്ടോ. ആരാണ് ആർഷോ? ഈ ആർഷോ തന്നെ തട്ടിപ്പ് കേസിൽ നിൽക്കുകയല്ലേ? ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം. കേരളത്തിലെ മുഴുവൻ ഉന്നത വിദ്യാഭ്യാസ രംഗത്തും ഇവർ നടത്തുന്ന അനഭലഷണീയമായ പ്രവണത കൊണ്ട് അതിന്റെ വിശ്വാസ്യത തകർന്നിരിക്കുകയാണ്. രാഘവൻ പറഞ്ഞത് വാസ്തവം. രാഘവൻ പറഞ്ഞത് വാസ്തവം. ഞാൻ പോവൂല, നിന്നോട് പോകാനാ പറഞ്ഞത്. ഞാൻ പോവൂലെന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്തിനു നിർബന്ധിക്കണം? ഞാൻ ചോദിക്കട്ടെ, ആർഷോ കേസ് ഇത് പരിശോധിച്ചുകൊണ്ട് ഇയാൾക്ക് ക്ലീൻ ചിട്ട് കൊടുക്കാൻ എന്ത് അധികാരം? അയ്യേ, ചമ്മിപ്പോയേ. ഈ കാക്കിക്കുപ്പായത്തുള്ളിലെ മനസാക്ഷി മരിച്ചു മരവിച്ചു പോയിട്ടില്ലെങ്കിൽ ഈ സംഭവങ്ങളെ കുറിച്ച് സാർ ആദ്യം അന്വേഷിക്കും. എന്ത് അധികാരത്തിന്റെ പുറത്താ SFI PM ആർഷോ ഇത് അന്വേഷിച്ച് ഇതിന്റെ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നു പറഞ്ഞത്? നമ്മളിൽ ഇടപെടണം, ഇടപെട്ടേ പറ്റൂ. പോലീസിന്റെ പിടികിട്ടാപ്പുള്ളിയായിട്ടുള്ള ആർഷോ കൂടുതൽ എന്നെ നാറ്റിക്കരുത്. ഒരു രേഖ പരിശോധിച്ചിട്ട് അതിന്റെ ആധികാരികത തീരുമാനിക്കുന്നു പറഞ്ഞാൽ കടുവായ കിടുവ പിടിച്ചെന്ന് കേട്ടിട്ടേ ഉള്ളൂ, ഇപ്പോഴാ നേരിട്ട് കണ്ടത്. PM ആർഷോ ഇടപെടുന്ന കേസുകൾ വ്യാജരേഖ ചമയ്ക്കുന്ന കേസുകളായിട്ട് മുഴുവൻ മാറി. ഇതിനുള്ള മറുപടി പറയാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല, പക്ഷേ സമയം. ഞാൻ അല്പം ഡീസന്റ് ആയി പോയതുകൊണ്ട് നിന്നെ പോലെ തറയാവാൻ എന്നെ കൊണ്ട് പറ്റില്ല. എന്തിനാ PM ആർഷോ അന്വേഷണ കമ്മീഷൻ ആയത്? എന്തിനാ അദ്ദേഹം വെളിപ്പെടുത്തിയത്? കാരണം അദ്ദേഹത്തിനും ഇതിനകത്ത് പങ്കുണ്ട്. ഞാനിവിടെ കിടന്ന് തീ തിന്ന, കുറച്ചുകൂടെ തീ തിന്നുക, എന്നിട്ട് അതിന്റെ കൂടെ കുറച്ച് മണ്ണോടെ കഴിച്ചോളൂ. ഒന്ന് ആളി പടരട്ടെ, എന്നാൽ അതിന്റെ ബുദ്ധി ഒന്ന് ഉണരൂ. ഈ നടക്കുന്ന SFIയുടെ നേതൃത്വം നടക്കുന്ന മുഴുവൻ തട്ടിപ്പുകളും സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെ അറിഞ്ഞുകൊണ്ട് നടക്കുന്ന തട്ടിപ്പുകളാണ്. ഇതൊന്നും അങ്ങനെ വിടാൻ പാടില്ല. എന്തോ എടാ, ഇവിടെ ഇതും ഇതിന്റെ അപ്പുറം നടക്കുന്നത്. 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. താങ്ക് യു. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത് അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ? ശരി.